നമസ്കാരം. നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും വാഴ്ത്തപ്പെടുന്ന ഒരാളുണ്ട്, ശശി തരൂർ. അദ്ദേഹത്തിന് അപാരമായ പാണ്ഡിത്യമാണെന്നും അദ്ദേഹത്തിന് നല്ല ഇംഗ്ലീഷ് അറിയാമെന്നും നല്ല പണ്ഡിതനാണെന്നും ഒക്കെ ഉള്ള അഭിപ്രായം. എനിക്കും അതിന് എതിരില്ല. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള സ്പീച്ച് വളരെ സ്പോണ്ടേനിയസ് ആണ്, വളരെ നിർഗളമാണ് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നിർഗളത്വം നമ്മൾ എത്ര പേർക്കറിയാം? എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊന്നും കേട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത്രത്തോളം വിവരം എനിക്കില്ല, അത്രത്തോളം ജ്ഞാനം എനിക്കില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അദ്ദേഹത്തിൻ്റെ ആ പാണ്ഡിത്യം എന്നിലേക്ക് അവതരിപ്പിക്കാൻ, എന്നിലേക്ക് പകരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, അദ്ദേഹം ഇംഗ്ലീഷ് പറയും, മലയാളം നന്നായിട്ട് പറയും, നന്നായിട്ട് അവതരിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയം കൃത്യമായി പ്രതിഫലിപ്പിക്കും. ഞാൻ പറയുന്നത് ശശി തരൂരിനേക്കാൾ പ്രഗത്ഭൻ വി.ഡി. സതീശനാണെന്നാണ്. കാരണം ഇത്ര കൃത്യമായി നിർഗളമായി വളരെ ചാരുതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച് സ്ഥാപിക്കും. വളരെ ചിരിച്ചുകൊണ്ട്, വളരെ ലാഘവത്തോടുകൂടി. ശശി തരൂരിൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇടിവെട്ട് വാക്കുകൾ, അദ്ദേഹം കോട്ട് ചെയ്യുന്ന കോട്ട്സ് ഒന്നും എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. പെട്ടെന്ന് പറയുന്നുണ്ട്, ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ ഇടിനാദം കേട്ട് ഇത് വലിയ സാധനമാണെന്ന് നമ്മൾ ധരിക്കുന്നു. മനസ്സിലാക്കിയല്ല നമ്മൾ പുള്ളിയെ പറ്റി അഭിപ്രായം പറയുന്നത്, മനസ്സിലാക്കിയല്ല അദ്ദേഹത്തെ നമ്മൾ പോഴ്ത്തുന്നത്, മനസ്സിലാക്കി പോഴ്ത്തുന്നതാണ് ആവശ്യം. ശശി തരൂരിനെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്രയും ഉന്നത നിലവാരമുള്ള, ബൗദ്ധിക നിലവാരമുള്ള ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. ഞങ്ങളുടെ കോടതിയിൽ നന്നായി ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വക്കീലുണ്ട്. ഇംഗ്ലീഷ് നിർഗളം പറയും. പിന്നെ മറ്റൊരു വക്കീൽ, അദ്ദേഹം ഉണ്ട്, രണ്ടുപേരും തമ്മിലുള്ള വാദമാണ്. ഈ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന വക്കീൽ നന്നായിട്ട് വാദം പറഞ്ഞു. പിന്നെ മറ്റൊരു വക്കീൽ, അദ്ദേഹം മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഉള്ള വക്കീലാണ്, പുറയിലോട്ട് മുടിയൊക്കെ വളർത്തി, അദ്ദേഹം വാദം പറഞ്ഞു. രണ്ടു കൂട്ടരും വാദം പറഞ്ഞ അവസാനം സബ് ജഡ്ജാണ്. അദ്ദേഹം പറഞ്ഞു, വൺ പേഴ്സൺ സ്പീക്സ് ലൈക്ക് ഷേക്സ്പിയർ, അനദർ പേഴ്സൺ ലുക്സ് ലൈക്ക് ഷേക്സ്പിയർ. ഒരാൾ ഷേക്സ്പിയറിനെ പോലെ സംസാരിക്കുന്നു, മറ്റൊരാൾ ഷേക്സ്പിയറിനെ പോലെ കാണുന്നു. അതായത് മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്ന ആൾ ഷേക്സ്പിയറിൻ്റെ കൂടെ. ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അതിൻ്റെ അർത്ഥം എന്താണ്? കോടതി നോക്കിയപ്പോൾ ഒരാൾ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിൽ നിർഗളം വാദം പറഞ്ഞു. കോടതിക്കൊന്നും മനസ്സിലായില്ല. കോടതിക്ക് അത്രത്തോളം വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമില്ല. മറ്റൊരാൾ വേറെന്തൊക്കെയോ പറഞ്ഞു, പുള്ളിയെ ഷേക്സ്പിയറിൻ്റെ കൂടെ തലയിൽ വിളിക്കുക എന്തൊക്കെയോ പറഞ്ഞു, അതും മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ മറ്റൊരാൾ അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴാണ് നമ്മളാകുന്നത്. നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പറയും, വലിയ വേദങ്ങൾ പറയും, വലിയ ഫിലോസഫി പറയും, വലിയ രീതിയിൽ ഉന്നതമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ അത് കൊള്ളാം. ആ നിലവാരത്തിലുള്ളവർ മാത്രം മനസ്സിലാക്കും. ആ നിലവാരത്തിലുള്ളവർ വളരെ അപൂർവമാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരന് ഒന്നും മനസ്സിലാവത്തില്ല. അതേസമയം വി.ഡി. സതീശൻ്റെ സാധാരണ ഇംഗ്ലീഷ്, അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കും, സാധാരണ ഇംഗ്ലീഷ്, ആവറേജ് ഇംഗ്ലീഷ്. അദ്ദേഹത്തിന് നന്നായി കാര്യം അവതരിപ്പിക്കാൻ കഴിവുള്ളൊരു ഇംഗ്ലീഷാണ്. ശശി തരൂരിൻ്റെ ഇംഗ്ലീഷ് അല്ല. അപ്പോൾ ഈ വാഴ്ത്തുന്ന ചിലയൊക്കെ നമ്മൾ വാഴ്ത്തുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് വാഴ്ത്തും. ഭയങ്കര അറിവാണ് ശശി തരൂർ, ഭയങ്കര അറിവാണ്. ഇവിടെ സാധാരണക്കാർ പലരും പറഞ്ഞു ഭയങ്കര ഇവന്മാരൊക്കെ എങ്ങനെ ശശി തരൂരിൻ്റെ അറിവ് അളന്നു? എനിക്ക് അളക്കാൻ പറ്റിയില്ല, എനിക്കൊന്നും മനസ്സിലാകാത്ത ഞാൻ എങ്ങനെ അളക്കാൻ? ആയിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റും, ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എനിക്ക് അത്രയും ബുദ്ധി നിലവാരമില്ല, അല്ലെന്ന് ഞാൻ പറയത്തില്ല. ആയിരിക്കാം. ശശി തരൂരിനെ വാഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഒത്തിരി റീലുകൾ ഞാൻ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഓരോ കോട്ട്സ് അത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി. കൊള്ളാം, നല്ലതാണ്, അത്രയും അറിവുള്ള ആൾ കൊള്ളാം. ആൾക്ക് അറിവില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് സാധാരണക്കാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് സാധാരണക്കാരെയാണ്. വലിയ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് അതിൻ്റെ അർത്ഥം അറിയാൻ നമ്മൾ വലിയതായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. നമുക്ക് സാധാരണ രീതിയിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ബുദ്ധി നിലവാരം അനുസരിച്ച്. ഞങ്ങളുടെ കോടതികളിലും ഇങ്ങനെയാണ്. ചിലരൊക്കെ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിൽ തകർക്കും, വാദം പറയും ഇംഗ്ലീഷിൽ. അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ടല്ല വാദം പറയുന്നത്. കേൾക്കുന്നവരെല്ലാം ഞെട്ടും, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലായിട്ടൊന്നുമല്ല, അതിന് നല്ല അറിവായിരിക്കാം. പക്ഷേ ഇത് കേൾക്കുന്ന ജഡ്ജിക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ വാദം പറയുന്ന വക്കീൽ മനസ്സിലാക്കണം, അല്ലെ അയാളുടെ കേസ് വിജയിക്കത്തില്ല. നമ്മൾ പറയാറുണ്ട്, ഒരു കോടതിയിൽ കേസ് നടത്തുമ്പോൾ ജഡ്ജിയെ ആദ്യം മനസ്സിലാക്കണം, ന്യായാധിപനെ മനസ്സിലാക്കണം, ന്യായാധിപൻ്റെ ബുദ്ധി നിലവാരം മനസ്സിലാക്കണം, ചിന്ത മനസ്സിലാക്കണം. അതിനനുസരിച്ച് വാദം പറയുകയും വിസ്തരിക്കുകയും ഒക്കെ വേണം. അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ
നമുക്ക് നമ്മുടെ കേസിന് ഗുണം ചെയ്യത്തില്ല. ചില ഒരു മിഥ്യാധാരണയുണ്ട്, കോടതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് പറഞ്ഞാൽ വലിയ ആളാവും. മണ്ടത്തരം ഏത് ഭാഷയെ പറഞ്ഞാലും അത് മണ്ടത്തരം തന്നെയാണ്. അർത്ഥമുള്ളത് ഏത് ഭാഷയെ പറഞ്ഞാലും അത് അർത്ഥമുള്ളത് തന്നെയാണ്. ഞാൻ ജൂനിയർ അഡ്വക്കേറ്റ്സിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ വാദം പറയുമ്പോഴും വിസ്തരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മലയാളത്തിൽ, നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞാൽ മതി. അതറിയാവുന്നവർ അവിടെ ഇരിക്കുന്നത്, സായിപ്പന്മാരൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്. നമ്മുടെ കൂട്ട് സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആൾക്കാരായി അവിടെ ഇരിക്കുന്നത്. അവർക്ക് നമ്മൾ അത്രയൊക്കെ അറിവേ ഉള്ളൂ. അവരോട് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായ ഫലം കിട്ടും, റിലീഫ് കിട്ടും. ഇംഗ്ലീഷ് കാണാതെ പഠിച്ചു വന്ന ബബ്ബ അടിക്കേണ്ട കാര്യമില്ല. കേസെടുത്ത് വെച്ച് മലയാളത്തിൽ നമ്മൾ ഇന്ന സാക്ഷികളെ വിസ്തരിച്ചു, ഇന്ന മൊഴി സാക്ഷി പറഞ്ഞു, ഇന്ന സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സാക്ഷികളുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, അല്ലെ ചാർജിൽ വൈരുദ്ധ്യമുണ്ട്, അവർ പോലീസിൽ കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇതൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിലേ അത് നിയമമാവുമോ? ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിലേ നമ്മുടെ കേസിന് ഗുണകരമാവുമോ? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക. ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ട് ഏതോ ഗുണം കിട്ടും എന്ന് ധരിക്കുന്ന വിഡ്ഢികളുണ്ട്. ചില വക്കീലന്മാരുണ്ട് ഇംഗ്ലീഷിൽ കടിച്ച പൊട്ടാതെ സംസാരിക്കുന്നത്. അവർ പറയുന്ന ശുദ്ധ മണ്ടത്തരമായിരിക്കും. ഞാൻ ആളുടെ പേരൊന്നും പറയത്തില്ല. ഒരിക്കൽ ജില്ലാ കോടതിയിൽ, പണ്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് ഇവിടെ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഒരു ലേഡി അഡ്വക്കേറ്റ് ഉണ്ട്. അവർ വന്ന് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ ഒരു ജാമ്യവാദം പറഞ്ഞു. അന്നേരം ജഡ്ജി മലയാളത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഇംഗ്ലീഷ് കൊള്ളാം, പക്ഷേ കേസിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഇംഗ്ലീഷ് അടിപൊളി ഉഗ്രൻ, പക്ഷേ കേസിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏത് ഭാഷയെ പറയുന്നു എന്നുള്ളത് കാര്യമില്ല. നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു, എങ്ങനെ മറ്റുള്ളവരിലേക്ക് പകരുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ആശയം, നമ്മുടെ മനസ്സിൽ ഉള്ള ആശയം മറ്റൊരാളിലേക്ക് ചോരാതെ പകരുമ്പോഴാണ് നമ്മുടെ ഭാഷയുടെ മികവ് വരുന്നത്. ചോരരുത്, ഒരു അണുപോലും ചോരരുത്. അത് ആ വികാരത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പകരണം. അപ്പോഴാണ് നമ്മുടെ ഭാഷയുടെ മികവ് വരുന്നത്. നമ്മൾ മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. അവർ ചുമ്മാ കണ്ണും മിഴിച്ചിരിക്കുകയുള്ളൂ. കണ്ണും മിഴിച്ചിരിക്കാനല്ല നമ്മൾ എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് എൻ്റെ അഭിപ്രായം. ഇത് തീർത്തും മറ്റൊരാളുടെ അസൂയൊന്നുമല്ല, യഥാർത്ഥ ഫാക്റ്റാണ്. നമ്മളൊരു പൊതുവിൽ ഉള്ള ഒരാളാവുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ അവരുടെ നിലവാരത്തിൽ, അവരുടെ രീതിയിൽ സംസാരിക്കണം. ഞാൻ ഈ പറഞ്ഞതൊന്നും ഒക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നിയും കാണും. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറേ കാണാൻ പഠിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നെങ്കിലോ? എനിക്കറിയത്തില്ല, എത്രത്തോളം ഇംഗ്ലീഷൊന്നും എനിക്കറിയത്തില്ല, ഒരുവിധമൊക്കെ അറിയാം, അത്രയേ ഉള്ളൂ. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ശശി തരൂരാണോ മിടുക്കൻ, വി ഡി സതീശനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വി ഡി സതീശനാണെന്ന്. ശശി തരൂരിന് അഗാധമായ പാണ്ഡിത്യമുണ്ട്, നല്ല പ്രതിഭയാണ്, നല്ല വാഗ്മിയാണ്, വാചാലനാണ്, നല്ല ബഹുമുഖ പ്രതിഭയാണ്. ഇതൊക്കെ ശരിയാണ്. കടുത്ത ആരാധകരുള്ള ആളാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ മിടുക്കൻ വി ഡി സതീശൻ തന്നെയാണ്. പെട്ടെന്ന് കടന്നു വന്ന ഒരു നേതാവാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവാണ്. അത് ശ്രദ്ധിക്കപ്പെട്ടത് അത്രയും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം കൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ശശി തരൂരിൻ്റെ അത്രയും വലിയ ഇംഗ്ലീഷൊന്നുമില്ല, പക്ഷേ അദ്ദേഹം അവതരിപ്പിക്കുന്ന അവതരണം നമുക്ക് ഹൃദ്യമായി തോന്നും. അദ്ദേഹത്തിൻ്റെ ഓരോ പെരുമാറ്റവും നമുക്ക് ആരാധന തോന്നും. പെട്ടെന്ന് ഇത്രയും ആരാധന തോന്നാൻ കാരണം പിണറായി വിജയൻ പോയിട്ട് ഇദ്ദേഹം വന്നതുകൊണ്ടായിരിക്കാം. പലരും ചില സെൽഫി എടുക്കാൻ ചെല്ലുമ്പോൾ പിണറായി വിജയൻ മാറങ്ങോട്ട് എന്ന് കാണിക്കും, വി ഡി സതീശൻ ചേർത്ത് നിർത്തി സെൽഫി എടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ആ ഒരു മര്യാദ അദ്ദേഹം പുലർത്തുന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ ആകർഷിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട്. ഇനിയും ഭരണം എങ്ങനെയാണെന്നും എനിക്കറിയില്ല, പക്ഷേ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഉഗ്രനാണ്. ശശി തരൂർ മിടുക്കനാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിലും മിടുക്കൻ വി ഡി സതീശനാണെന്ന് ഞാൻ പറയും. രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ കഴിവുള്ള ആളാണ് വി ഡി സതീശൻ. ഇത്രയും അതികായന്മാരെ പിന്നിലാക്കി, വെട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പിന്നിലാക്കി മുമ്പിൽ വന്നുവെങ്കിൽ നിസ്സാര പുള്ളിയല്ല അദ്ദേഹം, നിസ്സാര കക്ഷിയല്ല. നന്ദി, നമസ്കാരം.